Hi friends, welcome back to my channel Sims Nurse Corner. നമ്മളിവിടെ കേരള പി എസ് സി സ്റ്റാഫ് നഴ്സ് ക്വസ്റ്റിൻ്റെ എക്സാം ക്രാക്ക് പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി 85 ഡേയ്സേ ഉള്ളൂ. മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, സ്പിഗ്മോഗ്രാഫ്. വാട്ട് ഈസ് സ്പിഗ്മോഗ്രാഫ്? പൾസ് ക്യാൻ ബി റെക്കോർഡഡ് ഇൻ എ ഗ്രാഫ് വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്ട്രുമെന്റ്. ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പൾസിനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് സ്പിഗ്മോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്പിഗ്മോഗ്രാഫി. എന്താണ് സ്പിഗ്മോഗ്രാഫി? ഇതെല്ലാം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റഡി ഓഫ് പൾസിനെയാണ് സ്പിഗ്മോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റഡി ഓഫ് പൾസിനെയാണ് സ്പിഗ്മോഗ്രാഫി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സൈറ്റ്സ് ഓഫ് ടേക്കിംഗ് പൾസ്. ഏതൊക്കെയാണ് കോമൺ സൈറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്? ടെമ്പോറൽ പൾസ് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ഇമേജ് കാണിച്ചു തരാം. കരോട്ടിഡ് പൾസ്, റേഡിയൽ പൾസ്, ബ്രേക്കിയൽ പൾസ്, ഫ്യൂമറൽ പൾസ്, പോപ്ലിറ്റിയൽ പൾസ്, പോസ്റ്റീരിയർ ടിബിയൽ പൾസ്, ഡോർസൽ പെഡിസ്. ഇത്രയാണ് സൈറ്റ്സ് ഓഫ് ടേക്കിംഗ് പൾസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, എപ്പിക്കൽ പൾസ് സൈറ്റ്. ഇത് ക്വസ്റ്റ്യൻ ആണ്. എപ്പിക്കൽ പൾസ് സൈറ്റ് ഏതാണ്? എപ്പിക്കൽ പൾസ് സൈറ്റ് എന്നുള്ളത് ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ ദി ലെഫ്റ്റ് മിഡ് ക്ലാവിക്കുലാർ ലൈൻ. ലെഫ്റ്റ് മിഡ് ക്ലാവിക്കുലാർ ലൈനിലുള്ള ക്ലാവിക്കലിന്റെ മിഡായിട്ട് വരുന്ന ആ ഒരു ലൈനിന്റെ ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് എപ്പിക്കൽ പൾസ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് ഇൻ ദി ലെഫ്റ്റ് മിഡ് ക്ലാവിക്കുലാർ ലൈൻ, ഇതാണ് എപ്പിക്കൽ പൾസിന്റെ സൈറ്റ്. ഇൻഫൻസിലാണെങ്കിൽ ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസ് അറ്റ് മിട്രൽ വാൾവ് ഏരിയ. മിട്രൽ വാൾവ് ഏരിയയുടെ ആ ഏരിയയിൽ വരുന്ന ഒരു ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് ഇൻഫൻസിനുള്ളത്. ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് അഡൾട്ടിനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇൻ ന്യൂ ബോൺ ഏത് പൾസാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നുള്ളതാണ് അസസ് ചെയ്യുന്നത്. എപ്പിക്കൽ പൾസാണ് ന്യൂ ബോൺസിൽ അസസ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ആണ്, എപ്പിക്കൽ പൾസാണ് ന്യൂ ബോണിൽ അസസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, പൾസ് ഡെഫിസിറ്റ്. വാട്ട് ഈസ് പൾസ് ഡെഫിസിറ്റ്? ഡിഫറൻസ് ബിറ്റ്വീൻ എപ്പിക്കൽ ആൻഡ് റേഡിയൽ പൾസ്. റേഡിയൽ പൾസും എപ്പിക്കൽ പൾസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നോർമലി പൾസ് ഡെഫിസിറ്റ് ഉണ്ടാകാൻ പാടില്ല. അബ്നോർമൽ കണ്ടീഷൻസിലാണ് പൾസ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കൗണ്ട് പൾസ് ഫോർ 1 മിനിറ്റ് കംപ്ലീറ്റ്ലി. ഓക്കെ, പൾസ് 1 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യണം. ഇത് ഓപ്ഷൻസ് ഉണ്ടാവുക എത്ര മിനിറ്റ് കൗണ്ട് ചെയ്യണം എന്നുള്ളത്. അതിൽ 1 മിനിറ്റ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർ എവറി 1 ഡിഗ്രി റൈസ് ഇൻ ടെമ്പറേച്ചർ പൾസ് ഇൻക്രീസസ് ബൈ 10 ബീറ്റ്സ് പെർ മിനിറ്റ്. ഓപ്ഷൻ്റെ ആൻസർ ആണ്. ഓക്കെ, എവറി 1 ഡിഗ്രി ഫാരൻഹീറ്റ് റൈസ് ചെയ്യുന്നതനുസരിച്ച് 10 ബീറ്റ്സ് റൈസ് ആവും. ഓക്കെ, പൾസ് 10 ബീറ്റ്സ് റൈസ് ആവും. 1 ഡിഗ്രിക്ക് 10 ബീറ്റ്സ് വെച്ചാണ് റൈസ് ആകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നോർമൽ സ്ട്രോക്ക് വോളിയം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. 70 ml പെർ മിനിറ്റ് ആണ് നോർമൽ സ്ട്രോക്ക് വോളിയം. നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട് 5 to 7 ലിറ്റർ പെർ മിനിറ്റ് ആണ്. ഓക്കെ, നോർമൽ സ്ട്രോക്ക് വോളിയം 70 ml പെർ മിനിറ്റ്. നോർമൽ കാർഡിയാക് ഔട്ട്പുട്ട് 5 to 7 ലിറ്റർ. ഓക്കെ, കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. ഓക്കെ, സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ് കാർഡിയാക് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, നമുക്ക് പറഞ്ഞല്ലോ പൾസ്, ടെമ്പോറൽ ആർട്ടറി, ടെമ്പോറൽ പൾസ്, ഫേഷ്യൽ ആർട്ടറി നമ്മളങ്ങനെ അസസ് ചെയ്യാറില്ല. കരോട്ടിഡ് ആർട്ടറി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കാർഡിയാക് അറസ്റ്റിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത് കരോട്ടിഡ് പൾസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ബ്രേക്കിയൽ പൾസ്, റേഡിയൽ പൾസ്, ഫ്യൂമറൽ ആർട്ടറി. ഓക്കെ, പോപ്ലിറ്റിയൽ ആർട്ടറി, നീയുടെ പുറകിലായിട്ട് വരുന്നതാണ് പോപ്ലിറ്റിയൽ ആർട്ടറി. പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറി. ഓക്കെ, ഈ ഒരു പാർട്ടിൽ വരുന്നതാണ് പോസ്റ്റീരിയർ ടിബിയൽ ആർട്ടറി. ഡോർസാലിസ് പെഡിസ് ആർട്ടറി ഹീലിൽ വരുന്നത്, ഹീലല്ല ഫൂട്ടിൽ വരുന്നത്. ഓക്കെ, ഇതാണ് പൾസ് ആയിട്ട്. നെക്സ്റ്റ്, ഗ്രേഡിംഗ് ഓഫ് പൾസ്. ഫസ്റ്റ് ഗ്രേഡ് 0 to ഗ്രേഡ് 4 വരെയുണ്ട്. ഓക്കെ, ഗ്രേഡ് 0 ഏതാണ്? ആബ്സെന്റ് പൾസ് ഇല്ലാത്തൊരവസ്ഥയാണ് ഗ്രേഡ് 0. ദെൻ ഗ്രേഡ് 1, ത്രെഡി ഓർ ഫിലിഫോം പൾസ്. ഓക്കെ, ത്രെഡി ഓർ ഫിലിഫോം പൾസിനാണ് ഗ്രേഡ് 0. സ്കേഴ്സ്ലി പെർസെപ്റ്റബിൾ ആയിരിക്കും പൾസ്, ബട്ട് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഡിസപ്പിയർ ആവും. ഓക്കെ, സ്കേഴ്സ്ലി ഫസ്റ്റ് നമ്മൾ പാൾപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീക്ക് പൾസ് അസസ് ചെയ്യാൻ പറ്റും. പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഗ്രേഡ് 2, വീക്ക് പൾസ്. ഓക്കെ, വീക്ക് പൾസ് ത്രെഡിയേക്കാളും കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും, എന്നാലും വീക്ക് പൾസ് ആയിരിക്കും. ഇതും പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസപ്പിയർ ആകും. ഗ്രേഡ് 3 ആണ് നോർമൽ പൾസ്. ഓക്കെ, നോർമൽ പൾസ് ഏത് ഗ്രേഡ് ആണെന്ന് വെച്ചാൽ ഗ്രേഡ് 3 ആണ്. ഓക്കെ, ദെൻ ഗ്രേഡ് 4, ബൗണ്ടിങ് ഓർ കൊളാപ്സിങ് പൾസ്. ബൗണ്ടിങ് അല്ലെങ്കിൽ കൊളാപ്സിങ് പൾസ് ആണ് ഗ്രേഡ് 4.
അത് ഏത് കണ്ടീഷൻസിലാണ്? പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്, അതുപോലെ തന്നെ സിവിയർ അനീമിയ വരുന്ന സമയത്ത് ബൗണ്ടിങ് പൾസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആൻഡ് അനീമിയ. നെക്സ്റ്റ് വൺ, ഡിക്രീസ്ഡ് സ്ട്രോക്ക് വോളിയം വരുന്ന കണ്ടീഷൻസ്. ഡിക്രീസ്ഡ് സ്ട്രോക്ക് വോളിയം. സ്ട്രോക്ക് വോളിയം എന്താണ്? ഹൈപ്പോളീമിയ ഉണ്ടാകുന്നത്. എത്ര ml ഒരു സിംഗിൾ ബീറ്റിൽ എത്ര ml ബ്ലഡ് ഒരു ബീറ്റിൽ ഇജക്ട് ചെയ്യുന്നുള്ളതാണ് സ്ട്രോക്ക് വോളിയം. ഓക്കെ, അത് കുറയുന്നൊരവസ്ഥ ഡീഹൈഡ്രേഷൻ, ഡയേറിയ ആൻഡ് ഹൈപ്പോളീമിയ. ഹൈപ്പോളീമിയ ഉണ്ടാകുന്ന എല്ലാ കണ്ടീഷൻസിനും സ്ട്രോക്ക് വോളിയം റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യുന്ന എല്ലാ കണ്ടീഷൻസിലും സ്ട്രോക്ക് വോളിയം ഇൻക്രീസ് ചെയ്യും. ഹൈപ്പറോളീമിയ. then എക്സർസൈസിലൊക്കെ നമ്മുടെ ഡിമാൻഡ് കൂടും. എക്സർസൈസ്, ആങ്സൈറ്റി, ആ സമയത്തൊക്കെ സ്ട്രോക്ക് വോളിയം ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അബ്നോർമൽ പൾസ് വോളിയം. അബ്നോർമൽ പൾസ് വോളിയം ഏതൊക്കെയാണ്? ഫസ്റ്റ് വാട്ടർ ഹാമർ പൾസ്. ഓക്കെ, വാട്ടർ ഹാമർ പൾസ് ഓർ കൊറിഗൻസ് പൾസ്. ജസ്റ്റ് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു വേവ് ഫോം കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ടർ ഹാമർ പൾസ് എന്താണ്? പൾസ് വിത്ത് പവർഫുൾ അപ്സ്ട്രോക്ക് ഓർ ഫുൾ വോളിയം വിത്ത് സഡൻ ഡിസപ്പിയറൻസ് സീൻ ഇൻ അയോർട്ടിക് റിഗർജിറ്റേഷൻ. അതായത് ഒരു പവർഫുൾ അപ്സ്ട്രോക്ക് ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സഡൻ ഡിസപ്പിയറൻസ് ഉണ്ടാകും. അതാണ് വാട്ടർ ഹാമർ പൾസ് എന്ന് പറയുന്നത്. ഇത് അയോർട്ടിക് റിഗർജിറ്റേഷനിലാണ് കാണുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അയോർട്ടിക് റിഗർജിറ്റേഷനാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ, പൾസസ് ആൾട്ടർനൻസ്. ഓക്കെ, പൾസസ് ആൾട്ടർനൻസ് എന്താണ്? എ വീക്ക് വോളിയം പൾസ് ഓൾട്ടർനേറ്റിംഗ് വിത്ത് സ്ട്രോങ് വോളിയം പൾസ് ബട്ട് റിതം നോർമൽ. ഒരു വീക്ക് വോളിയത്തിൻ്റെ കൂടെ ഒരു സ്ട്രോങ് വോളിയം ഉണ്ടാകും, ബട്ട് നോർമൽ റിതം ആയിരിക്കും. റിതം ഒരു കണ്ടിന്യൂസ് റിതത്തിൽ അടിച്ചുകൊണ്ടിരിക്കും, പക്ഷേ വീക്കും സ്ട്രോങ്ങും അങ്ങനെ ആയിരിക്കും. ഇത് കാണുന്നത് അയോർട്ടിക് സ്റ്റീനോസിസ്, ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡിസോർഡർ, സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ. ഈ കണ്ടീഷൻസിലൊക്കെയാണ് പൾസസ് ഓൾട്ടർനൻസ് കാണുന്നത്. ഓക്കെ, വീക്ക് വോളിയം സ്ട്രോങ് വോളിയം കാണും. വീക്ക് as well as സ്ട്രോങ് വോളിയം, വീക്ക് as well as സ്ട്രോങ് വോളിയം, ഒരു സ്പെസിഫിക് റിതം ഉണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് വൺ, ബൈജമിനൽ പൾസ്. coupled pulse. Bigeminal or coupled pulse. A pulse in which two regular beats are followed by a longer pause. Okay, ഒരു 2 regular pause വരും, അത് കഴിഞ്ഞിട്ട് ഒരു pause ഉണ്ടാവും, വീണ്ടും റെഗുലർ, അങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് ബൈജമിനൽ പൾസ് എന്ന് പറയുന്നത്, ഒരു കപ്പിൾഡ് പൾസ്. ഓക്കെ, 2 റെഗുലർ പൾസ് ഉണ്ടായി ഒരു ലോങ്ങർ pause ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ബൈജമിനൽ പൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പൾസസ് പാരഡോക്സിസ്. പൾസസ് പാരഡോക്സിക്കസ് ഓർ കുസുമോൾസ് പൾസ് എന്താണത്? എ ഡിക്രീസ് ഇൻ ദി സ്ട്രെങ്ത് ഓഫ് പൾസ് അല്ലെങ്കിൽ വോളിയം ഓഫ് പൾസ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ. ഇൻ ദിസ് സിസ്റ്റോളിക് ബി പി ഡ്രോപ്സ് മോർ ദാൻ 10 millimeter of Hg. ഓക്കെ, ഒരു നോർമൽ വന്നതിന് ശേഷം ഒരു സ്ട്രെങ്ത്തിന് ഡിക്രീസ് ഉണ്ടാകുന്ന ഒരു അവസ്ഥ. ഓക്കെ, ഇങ്ങനെ വരും, ആ ഒരു അവസ്ഥയാണ്, ആ ഒരു കണ്ടീഷനാണ് പൾസസ് പാരഡോക്സിക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുസുമോൾ പൾസ്. ഓക്കെ, നോർമൽ പൾസ് വരും, അതിൻ്റെ കൂടെ തന്നെ ഇൻസ്പിറേഷൻ്റെ സമയത്ത് പൾസിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, ഈ സമയത്ത് 10 millimeter of Hg, ഇതുവരെ ക്വസ്റ്റ്യൻ ആണ്. പൾസസ് പാരഡോക്സിന്റെ സമയത്ത് സിസ്റ്റോളിക് ബി പി എത്രയാണ് ഡ്രോപ്പ് ആവുന്നത്? 10 millimeter of Hg ആണ്. സീൻ ഇൻ കാർഡിയാക് ടാംപോനേഡ് ആൻഡ് അക്യൂട്ട് ആസ്മ. ഓക്കെ, അക്യൂട്ട് ആസ്മ ആസ് വെൽ as കാർഡിയാക് ടാംപോനേഡ്. കാർഡിയാക് ടാംപോനേഡ് അറിയാമല്ലോ, ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, കാർഡിയാക് മസിൽസിൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന പെരികാർഡിയൽ എഫ്യൂഷൻ പോലുള്ള കണ്ടീഷനാണ് കാർഡിയാക് ടാംപോനേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിക്രീസ് ഇൻ ദി സ്ട്രെങ്ത് ഓഫ് പൾസ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ്റെ സമയത്ത് സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്യുന്നു, ആ സമയത്ത് സിസ്റ്റോളിക് ബി പി 10 millimeter of Hg ഡൗൺ ആവുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ, പൾസസ് വിസ്ഫറൻസ്. വാട്ട് ഈസ് പൾസസ് വിസ്ഫറൻസ് ഓർ ബൈഫേസിക് പൾസ്? ഓക്കെ, ഡബിൾ പീക്ഡ് പൾസ്. സെക്കൻഡ് വൺ മേ ബി സ്മോളർ, ലാർജ് ഓർ സെയിം as ഫസ്റ്റ് പീക്ക്. ഡബിൾ പീക്ഡ് പൾസ് ആയിരിക്കും. ഡബിൾ പീക്ഡ് പൾസ്, സെക്കൻഡ് വൺ സ്മോളർ ആയിരിക്കും, അല്ലെങ്കിൽ ലാർജ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും. ഓക്കെ, രണ്ട് പൾസ് ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് വൺ സ്മോൾ ആയിരിക്കും, അല്ലെങ്കിൽ സ്മോളർ ആയിരിക്കും, ലാർജ് ആയിരിക്കും, അല്ലെങ്കിൽ സെയിം ആസ് ഫസ്റ്റ് പീക്ക് ആവും. ഓക്കെ, സീൻ ഇൻ അയോർട്ടിക് സ്റ്റീനോസിസ്, അയോർട്ടിക് റിഗർജിറ്റേഷൻ, കാർഡിയോമയോപ്പതി. അയോർട്ടിക് സ്റ്റീനോസിസ്, അയോർട്ടിക് റിഗർജിറ്റേഷൻ, കാർഡിയോമയോപ്പതി, ഇത് ക്വസ്റ്റ്യൻസ് ആണ്. അയോർട്ടിക് സ്റ്റീനോസിസ്, അയോർട്ടിക് റിഗർജിറ്റേഷനിൽ, കാർഡിയോമയോപ്പതിയിൽ. ദെൻ പൾസസ് പാർവസ് എറ്റ് ലാർഡസ്. പൾസസ് പാർവസ് എറ്റ് ലാർഡസ്, അതർവൈസ് നോൺ as അനാക്രോട്ടിക് പൾസ്. ഓക്കെ, അനാക്രോട്ടിക് പൾസ് എന്ന് വെച്ചാൽ ടാർഡസ് എന്ന് വെച്ചാൽ ലേറ്റ് ആണ്. ഓക്കെ, പൾസ് ഈസ് വീക്ക് ആൻഡ് ലേറ്റ്, വീക്ക് ആയിരിക്കും, അതുപോലെ തന്നെ ലേറ്റ് ആയിരിക്കും. സീൻ ഇൻ അയോർട്ടിക് സ്റ്റീനോസിസ്. ഓക്കെ, കൂടുതൽ കേസ് അയോർട്ടിക് സ്റ്റീനോസിസ് ഉണ്ടാകുന്നത് കൂടുതൽ പൾസസും ലേറ്റ് ആയിരിക്കും. പൾസസ് വീക്ക് ആൻഡ് ലേറ്റ്. ഓക്കെ,
സ്റ്റാർഡസ്റ്റ് കൊടുക്കുമ്പോൾ ലേറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് അതിൻ്റെ ഒരു വേവ് ഫോം. കണ്ടോ, വീക്ക് ആയിരിക്കും. ലോ ആംപ്ലിറ്റ്യൂഡ് പൾസ് വിത്ത് എ സ്ലോ റേറ്റ്, റൈസിങ് ആൻഡ് പീക്ക്. ഓക്കെ, വാട്ടർ ഹാമർ പൾസിൻ്റെ എക്സാമ്പിൾ നോക്കുക. വാട്ടർ ഹാമർ പൾസ് ഞാൻ പറഞ്ഞു, നല്ലൊരു ഹാർഡ് പമ്പിങ് ഉണ്ടായതിനു ശേഷം സഡൻ ഡിസപ്പിയറൻസ് ഉണ്ടാകുന്നു. കണ്ടോ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഇത്. പൈപ്പ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, പൈപ്പിൽ തുറക്കുന്ന സമയത്ത്, ഓപ്പൺ ആകുന്ന സമയത്ത് നല്ല ഫ്ലോയിലുണ്ടാകും, പെട്ടെന്ന് ഡിസപ്പിയർ ആകുന്നത്, പൈപ്പ് ക്ലോസ് ചെയ്യുന്ന പോലെ. അതാണ് വാട്ടർ ഹാമർ പൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, പൾസസ് ആൾട്ടർനേറ്റ്സ്. കണ്ടോ, സ്മോൾ ആൻഡ് വീക്ക് രണ്ട് പൾസ്, സ്ട്രോങ് ആൻഡ് വീക്ക് പൾസ് ഒന്നിച്ച് വരുന്നത് പൾസസ് ആൾട്ടർനേറ്റ്സ്. നെക്സ്റ്റ് വൺ, ബൈജെമിനൽ പൾസ്. ഓക്കെ, രണ്ട് പൾസ് വന്നതിന് ശേഷം ഒരു വീക്ക് ഒരു ആബ്സെന്റ് വരുന്ന സമയം, അത് ബൈജെമിനൽ പൾസ്. ദെൻ പൾസസ് പാരഡോക്സസ് ഓർ കുസമോൾ പൾസ്. എന്താണ്, ഇൻസ്പിറേഷൻ്റെ സമയത്ത് ഡൗൺ ആകുന്നു. കണ്ടോ, സിസ്റ്റോളിൻ ബി പി 10 mg 10 mm of Hg ഡൗൺ ആകുന്നു. ദെൻ ബിസ്ഫറൻസ് എന്താണ്, കപ്പിൾ പൾസ്, അതായത് ഒരു ബീറ്റിന് രണ്ട് പൾസ് ഉണ്ടാകുന്നു. ഓക്കെ, ഒരു ബീറ്റിന് രണ്ട് പൾസ് ഉണ്ടാകുന്നതാണ് ബിസ്ഫറൻസ് എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ സെയിം സ്ട്രെങ്ത് ആയിരിക്കും, അതല്ലെങ്കിൽ ഒന്ന് സ്മോളോ ഒന്ന് ലാർജോ, അല്ലെങ്കിൽ രണ്ട് സ്മോൾ ആവും. ഓക്കെ, നെക്സ്റ്റ് വൺ, അബ്നോർമൽ റിതം, പൾസ് ഡെഫിസിറ്റ്. First one, pulse deficit. A condition in which rate of pulse in radial artery is less than epical pulse of heart. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് റേഡിയൽ ആർട്ടറിയും എപ്പിക്കൽ ആർട്ടറിയും തമ്മിലുള്ള പൾസിൽ ഡിഫറൻസ് വരുന്നത്. നോർമലി അങ്ങനെ ഡിഫറൻസ് വരാൻ പാടില്ല, പക്ഷേ ഏട്രിയൽ ഫിബ്രിലേഷൻ പോലുള്ള കണ്ടീഷൻസിൽ പൾസ് ഡെഫിസിറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇന്റർമിറ്റന്റ് പൾസ്. ഇന്റർമിറ്റന്റ് പൾസ് പേര് പോലെ തന്നെ നമുക്ക് മനസ്സിലാവും. എ പൾസ് ഇൻ വിച്ച് ഒക്കേഷണൽ ബീറ്റ്സ് ആർ മിസ്ഡ് ഓർ സ്കിപ്ഡ്, അതർവൈസ് നോൺ ആസ് എക്ടോപിക് പൾസ്. ഓക്കെ, ഒക്കേഷണൽ ബീറ്റ്സ് അല്ലെങ്കിൽ മിസ് ചെയ്യും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും. ഇതൊരു വാർണിംഗ് സൈൻ ഓഫ് MI ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇന്റർമിറ്റന്റ് അല്ലെങ്കിൽ എക്ടോപിക് പൾസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡൈക്രോട്ടിക് പൾസ്. വാട്ട് ഈസ് ഡൈക്രോട്ടിക് പൾസ്? എ പൾസ് വിത്ത് എ ഡബിൾ ബീറ്റ് ഓർ വൺ ഹാർട്ട് ബീറ്റ് ഓർ ഫോർ ടു അട്രിയൽ പൾസേഷൻ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞൊരു കണ്ടീഷൻ, ഒരു ഹാർട്ട് ബീറ്റിന് രണ്ട് പൾസ് ഉണ്ടാകുന്നു. ഓക്കെ, അതാണ് ഡൈക്രോട്ടിക് പൾസ്. നെക്സ്റ്റ് വൺ, ഡിസ്റിതമിയ, ഇറഗുലർ ബീറ്റ്സ്. ഇറഗുലർ ബീറ്റ്സ് ബോത്ത് ടക്കിക്കാർഡി ആവാം, ബ്രാഡിക്കാർഡി ആകാം. ആ കണ്ടീഷനാണ് ഡിസ്റിതമിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, റെമിറ്റന്റ് ഫീവർ. എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നതാണ് റെമിറ്റന്റ് ഫീവർ. എ ടൈപ്പ് ഓഫ് ഫീവർ ഇൻ വിച്ച് ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് മോർ ദാൻ 2 degrees Celsius ഓൾ എബോവ് നോർമൽ ഡ്യൂറിങ് 24 പീരീഡ്. നോർമലിലേക്ക് വരാറില്ല റെമിറ്റന്റ് ഫീവർ. ഓക്കെ, 2 degree ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും ഡെയിലി. ഒരു 24 പീരീഡിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി കുറഞ്ഞുകൊണ്ടിരിക്കും. 2 degrees Celsius നോർമലിലേക്ക് എത്താറില്ല. അങ്ങനെ ഒരു ഫീവറാണ് റെമിറ്റന്റ് ഫീവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നോർമൽ അഡൾട്ട് ഓറൽ ടെമ്പറേച്ചർ എത്രയാണ്? 98.6 ഡിഗ്രിയാണ്. ഓക്കെ, അല്ലെങ്കിൽ 37 degrees Celsius. സോറി, ഡിഗ്രി അല്ല, ഫാരൻഹീറ്റ് ആണ് കേട്ടോ. ഡിഗ്രി ഫാരൻഹീറ്റ്. ഓക്കെ, നോർമൽ അഡൾട്ട് ടെമ്പറേച്ചർ 98.6 degree Fahrenheit. Okay, next one, crisis. What is crisis? Crisis is a type of temperature in which sudden return to normal temperature from a very high temperature within few hours. അതായത് ഫ്യൂ അവേഴ്സിനുള്ളിൽ തന്നെ ഒരു വെരി ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സഡൻ റിട്ടേൺ വരുന്നത് കൊണ്ടാണ് അതിനെ ക്രൈസിസ് എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, കണ്ടക്ഷൻ. കണ്ടക്ഷൻ എന്ന് വെച്ചാൽ ഒരു ബോഡിയിൽ നിന്ന് നമ്മളൊരു ഹോട്ട് ആപ്ലിക്കേഷൻ നമ്മുടെ ബോഡിയിൽ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ കണ്ടക്ഷൻ ആണ്. രണ്ട് ബോഡികൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു ബോഡിയിൽ നിന്ന് അടുത്ത ബോഡിയിലേക്ക് ഹീറ്റ് അല്ലെങ്കിൽ കോൾഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കണ്ടക്ഷൻ എന്നൊരു മെത്തേഡിൽ കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, തെർമോമീറ്റർ ഈസ് ഇൻവെന്റഡ് ബൈ. തെർമോമീറ്റർ ഈസ് ഇൻവെന്റഡ് ബൈ ഗലീലിയോ ഗലീലി. ഓക്കെ, തെർമോമീറ്റർ ഈസ് ഇൻവെന്റഡ് ബൈ ഗലീലിയോ ഗലീലി. Next one, a clinical thermometer indicates temperature in degree Fahrenheit from. എത്രയാണ് വാല്യൂ ഒരു ക്ലിനിക്കൽ തെർമോമീറ്ററിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്? 95 to 110 വരെയാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ വാല്യൂസ്. ഓക്കെ, 95 to 100. ഓക്കെ, 95 to 100. നെക്സ്റ്റ് വൺ, ടെമ്പറേച്ചർ റെഗുലേറ്ററി സെൻറ്റർ ഈസ് അണ്ടർ കൺട്രോൾ ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ടെമ്പറേച്ചർ റെഗുലേറ്ററി സെൻറ്റർ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഹൈപ്പോതലാമസിനെയാണ്. ഓക്കെ, ഹൈപ്പോതലാമസ് ആണ് ടെമ്പറേച്ചർ റെഗുലേഷൻ സെൻറ്റർ ആയിട്ട് അറിയപ്പെടുന്നത്. ഹങ്കർ, തേസ്റ്റ് ഇതെല്ലാം ഹൈപ്പോതലാമസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, വൈൽ ടേക്കിംഗ് ടെമ്പറേച്ചർ ഫ്രം റെക്ടൽ റൂട്ട് ഇൻ ചിൽഡ്രൻ
thermometer should be inserted about ചിൽഡ്രൻ്റെ ബെസ്റ്റ് റൂട്ട് റെക്ടൽ ടെമ്പറേച്ചർ എടുക്കലാണ്. അപ്പോൾ റെക്ടൽ ടെമ്പറേച്ചർ എടുക്കുന്ന സമയത്ത് നമ്മൾ തെർമോമീറ്റർ എത്ര ഇൻസേർട്ട് ചെയ്യണമെന്നതാണ് 1 ഇഞ്ച് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, 1 ഇഞ്ച് ഓർ 2.5 സെൻറ്റിമീറ്റർ. ഫോർ ന്യൂ ബോൺ ഹൈപ്പോതെർമിയ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഏറ്റവും യൂസ് ചെയ്യുന്ന റൂട്ട് റെക്ടൻ റൂട്ടാണ്. ഓക്കെ, ന്യൂ ബോണിന് നമ്മൾ ഹൈപ്പോതെർമിയ ചെക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് റെക്ടൻ റൂട്ടാണ്. നെക്സ്റ്റ് വൺ, ദി മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഓഫ് ടേക്കിംഗ് ടെമ്പറേച്ചർ. മോസ്റ്റ് റിലയബിൾ മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ, ബൈ റെക്ടം ആണ് മോസ്റ്റ് റിലയബിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓറൽ ആൻഡ് ആക്സിലറി ടെമ്പറേച്ചർ. ഓറൽ ആൻഡ് ആക്സിലറി ടെമ്പറേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് 0.6 ഡിഗ്രി ആണ്, അല്ലെങ്കിൽ 1 ഡിഗ്രി ഫാരൻഹീറ്റ്. അതായത് ഓറൽ എടുക്കുമ്പോൾ 98.6 ഡിഗ്രി ആണെങ്കിൽ 1 ഡിഗ്രി കൂട്ടണം ആക്സിലറി ടെമ്പറേച്ചറിനും, 1 ഡിഗ്രി കുറയ്ക്കണം റെക്ടൽ ടെമ്പറേച്ചറിനും. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ വാല്യൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റ്, തെർമോമീറ്റർ ഇൻ വിച്ച് റിസൾട്ട്സ് ആർ സീൻ ഇൻ 45 സെക്കൻഡ്. 45 സെക്കൻഡ്സിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന തെർമോമീറ്റർ ഡിസ്പോസിബിൾ തെർമോമീറ്റർ ആണ്. ഓക്കെ, ഡിസ്പോസിബിൾ തെർമോമീറ്റർ ആണ് 45 ഡിഗ്രിക്കുള്ളിൽ റിസൾട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, ആഫ്റ്റർ യൂസിങ് തെർമോമീറ്റർ ക്ലീനിങ് ഷുഡ് ബി ഫ്രം. നമ്മൾ തെർമോമീറ്റർ യൂസ് ചെയ്തതിന് ശേഷം, നമ്മൾ ബൾബ് തെർമോമീറ്റർ യൂസ് ചെയ്തതിന് ശേഷം ഏത് ഡയറക്ഷനിലാണ് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. സ്റ്റെം ടു ബൾബ്, അതായത് ലീസ്റ്റ് കണ്ടാമിനേറ്റഡ് ടു ഹൈ കണ്ടാമിനേറ്റഡ്. ബിഫോർ ഇൻസേർട്ടിങ് നമ്മൾ ബൾബ് ടു സ്റ്റെം ആണ്. ആഫ്റ്റർ ഇൻസേർട്ടിങ് ലീസ്റ്റ് കണ്ടാമിനേറ്റഡ് ആയുള്ള സ്ഥലത്ത് നിന്ന് ഹൈ കണ്ടാമിനേറ്റഡ് ഏരിയയിലേക്ക്, അതായത് സ്റ്റെം ടു ബൾബാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, ദി തെർമോമീറ്റർ യൂസ്ഡ് ഇൻ കോമൺ ഷുഡ് ബി വാഷ്ഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ ആൻഡ് ഡിസ്ഇൻഫെക്റ്റഡ് ബൈ. തെർമോമീറ്റർ എന്തുകൊണ്ടാണ് ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുന്നത്? നമുക്കുള്ള ഓപ്ഷനിലുണ്ടായിരുന്നത് സാവ്ലോൺ 1:20, ഡെറ്റോൾ 1:20 ഒക്കെ ആയിരുന്നു. അതിൽ സാവ്ലോൺ ആണ് 1:20 വരുന്നത്, ഡെറ്റോൾ 1:40 ആണ് വരുന്നത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഡെറ്റോൾ കാണുമ്പോൾ നമ്മളത് മാർക്ക് ചെയ്ത് വിടരുത്. ഡെറ്റോളിൻ്റെ സൊല്യൂഷൻ്റെ റേഷ്യോ 1:40 ആണ്. ഓക്കെ, സാവ്ലോൺ ആണ് 1:20 വരുന്നത്. ഫോർ 5 മിനിറ്റ്സ് ആണ് ഡിപ്പ് ചെയ്യാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, ടു കറക്റ്റ്ലി അസസ് ടെമ്പറേച്ചർ എ നേഴ്സ് യൂസ്. ടെമ്പറേച്ചർ അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നേഴ്സ് യൂസ് ചെയ്യേണ്ടത് ഡോഴ്സൽ സർഫസ് ഓഫ് ഹാൻഡ്സ് ആണ്. ഓക്കെ, ഡോഴ്സൽ സർഫസ് ഓഫ് ഹാൻഡ്സ് ബിക്കോസ് ഇറ്റ്സ് ഹൈലി ഹീറ്റ് സെൻസിറ്റീവ് ആണ്. ഹീറ്റ് സെൻസിറ്റീവ് ആയുള്ള ഏരിയ ആണ് ഡോഴ്സൽ സർഫസ്. അതുകൊണ്ട് നമ്മൾ അസസ് ചെയ്യുന്ന സമയത്ത് ഡോഴ്സൽ സർഫസ് ആണ് യൂസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ, ഫെസ്റ്റീജിയം. വട്ട് ഈസ് ഫെസ്റ്റീജിയം? മാക്സിമം ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഫെസ്റ്റീജിയം. മാക്സിമം ആൻഡ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഫെസ്റ്റീജിയം. നെക്സ്റ്റ് വൺ, ഹൈപ്പർ പൈറക്സിയ. ഏത് ടെമ്പറേച്ചറിനെയാണ് ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്നത്? ഗ്രേറ്റർ ദാൻ 105 ഡിഗ്രി സെൽഷ്യസിനെയാണ് ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, 105 ഡിഗ്രി സെൽഷ്യസിന് ഹൈപ്പർ പൈറക്സിയ. പൈറക്സിയ ഏതാണ്? 99 to 101 ബിലോ വരുന്ന 99 to 101 ആ ടെമ്പറേച്ചറിനെയാണ് പൈറക്സിയ എന്നറിയപ്പെടുന്നത്. ഹൈപ്പർ പൈറക്സിയ ഗ്രേറ്റർ ദാൻ 105 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഫീവർ വിത്ത് റിലേറ്റീവ് ബ്രാഡിക്കാർഡിയ സീൻ ഇൻ ടൈഫോയിഡ് ഫീവർ. ഫീവറിന് സാധാരണ ഫീവർ വരുന്ന സമയത്ത് ടക്കിപ്നിയാണ് ഉണ്ടാകുന്നത്. ബ്രാഡിക്കാർഡിയ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അത് ടൈഫോയിഡ് ഫീവർ ആണ്. ഈ ടൈഫോയിഡ് ഫീവറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, സ്റ്റെപ്പ് ലാഡർ ഫീവർ ആണ്. ഓക്കെ, സ്റ്റെപ്പ് ലാഡർ ഫീവർ ആണ് ടൈഫോയിഡ് ഫീവർ. ഇങ്ങനെ കൂടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ടെമ്പറേച്ചർ റൈസായി ഇങ്ങനെ പോകും ഇങ്ങനെ. ഓക്കെ, ഇതാണ് ടൈഫോയിഡ് ഫീവറിൻ്റെ പ്രത്യേകത. ഓക്കെ, സ്റ്റെപ്പ് ലാഡർ ഫീവർ ചോദിച്ചാൽ അത് ടൈഫോയിഡ് ഫീവർ ആണ്. അതുപോലെ ഫീവർ വിത്ത് റിലേറ്റീവ് ബ്രാഡിക്കാർഡിയ വരുന്നതും ടൈഫോയിഡ് ഫീവറിനാണ്. നെക്സ്റ്റ് വൺ, കോർ ടെമ്പറേച്ചർ ഓഫ് നിയോണേറ്റ്. വട്ട് ഈസ് കോർ ടെമ്പറേച്ചർ നിയോ? ബേബിയുടെ ബോഡിക്കുള്ളിലെ ടെമ്പറേച്ചർ, കോർ ടെമ്പറേച്ചർ എടുക്കാൻ ഏറ്റവും നല്ല മെത്തേഡ് ടിംപാനിക് മെമ്പറൈൻ ടെമ്പറേച്ചർ ആണ്. ഓക്കെ, ടിംപാനിക് മെമ്പറൈൻ ടെമ്പറേച്ചർ. ടിംപാൻ എവിടെയാണ്? ഇയർ. ഓക്കെ, ടിംപാനിക് മെമ്പറൈൻ ടെമ്പറേച്ചർ ആണ് നമ്മൾ ബേബിയുടെ കോർ ടെമ്പറേച്ചർ അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ആൻറ്റിപൈററ്റിക്സ്. വാട്ട് ഈസ് ആൻറ്റിപൈററ്റിക്സ്? ഡ്രഗ്സ് യൂസ്ഡ് ടു റെഡ്യൂസ് ഫീവർ. നമുക്കെല്ലാം അറിയാവുന്നതാണ്. പാരസെറ്റമോൾ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. അതിൻ്റെ കെമിക്കൽ നെയിം അസെറ്റാമിനോഫിൻ ആണ്. ഓക്കെ, ആൻറ്റിപൈററ്റിക്സ്. അനാൾജസിക്സ്, പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ആൻറ്റിറ്റ്യൂസീസ്, കഫ് സപ്രസൻസ്. എക്സ്പെക്ടറൻസ്, കഫിനെ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മെഡിസിൻസ്. ആൻറ്റി എമിറ്റിക്സ്, വോമിറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്ന മെഡിസിൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, റൈഗർ. What is Riger? A sudden severe attack of shivering in which body temperature rises rapidly to a stage of hyperpyrexia. അതായത് ഒരു ഷിവറിങ് വന്നിട്ട്, ഒരു ഷിവറിങ് അറ്റാക്ക് ഉണ്ടായിട്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റാപ്പിഡായിട്ട് റൈസ് ചെയ്യുന്ന ഒരു ഹൈപ്പർ പൈറക്സിയയിലേക്ക് എത്തുന്ന ഒരു കണ്ടീഷനാണ് റൈഗർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, നമ്മൾ UTI ഉള്ള പേഷ്യൻസിനെ ശ്രദ്ധിച്ചാൽ അറിയാം, പെട്ടെന്ന് പേഷ്യൻസിന് ഷിവറിങ് ഉണ്ടായിട്ട് ടെമ്പറേച്ചർ റൈസ് ആകും.
ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും റൈസ് ഒരു 1 മിനിറ്റിനുള്ളിൽ തന്നെ പേഷ്യൻ്റെ ടെമ്പറേച്ചർ റൈസ് ആകുന്നതാണ്. ആ ഒരു ടേമിനെയാണ് ട്രൈഗർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സഡൻ സിവിയർ അറ്റാക്ക് ഓഫ് ഷിവറിംഗ് ഉണ്ടായതിനു ശേഷം ഇൻ വിച്ച് ബോഡി ടെമ്പറേച്ചർ റൈസസ് റാപ്പിഡ്ലി ടു സ്റ്റേജ് ഓഫ് ഹൈപ്പർ പൈറക്സിയ. ഓക്കെ, നെക്സ്റ്റ് വൺ, ലെവൽ ഓഫ് റൈസ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ഡ്യൂറിങ് ഓവുലേഷൻ. ഓവുലേഷൻ്റെ സമയത്ത് നമുക്ക് എത്രയാണ് ബോഡി ടെമ്പറേച്ചർ റൈസ് ആവുന്നത്? 1 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് റൈസ് ആവുന്നത്. ഓക്കെ, ബോഡി ടെമ്പറേച്ചർ നോർമലിൽ നിന്ന് 1 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് റൈസ് ആവുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ഹൈപ്പോതെർമിയ? ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത് എത്ര ബിലോ വരുന്ന ടെമ്പറേച്ചറിനെയാണ്? ലെസ് ദാൻ 35 ഡിഗ്രി സെൽഷ്യസിനെയാണ് ഹൈപ്പോതെർമിയ എന്ന് പറയുന്നത്. ഹൈപ്പോതെർമിയ മീൻസ് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ. ഹൈപ്പോതെർമിയ ലെസ് ദാൻ 35 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ് വൺ, പ്ലാസൻഡ. നമുക്ക് OBG 2 ടോപ്പിക്സ് പഠിക്കാം. പ്ലാസൻഡ, വാട്ട് ഈസ് പ്ലാസൻഡ ഈസ് ഡെവലപ്ഡ് ഫ്രം. ഓക്കെ, പ്ലാസൻഡ ഈസ് ഡെവലപ്ഡ് ഫ്രം ട്രോഫോബ്ലാസ്റ്റ്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. പ്ലാസൻഡ ഈസ് ഡെവലപ്ഡ് ഫ്രം ട്രോഫോബ്ലാസ്റ്റ്. ഓക്കെ, ട്രോഫോബ്ലാസ്റ്റ് എന്നൊരു ഏർലി സ്റ്റേജിൽ നിന്നാണ് പ്ലാസൻഡ ഡെവലപ്പായി വരുന്നത്. നെക്സ്റ്റ് വൺ, ഡക്ടസ് ആർട്ടീരിയോസിസ്. കേട്ടിട്ടുള്ളതാണ്. കണക്ഷൻ ബിറ്റ്വീൻ പൾമണറി ആർട്ടറി ആൻഡ് ഡിസെൻഡിങ് ആർട്ടറി. നമുക്കറിയാം ഡക്ടസ് ആർട്ടീരിയോസിസ് ഫീറ്റ് ഹാർട്ട് സർക്കുലേഷനിൽ വരുന്ന ഒരു സ്ട്രക്ചറാണ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. ഇത് കണക്ഷൻ ബിറ്റ്വീൻ പൾമണറി ആർട്ടറി ആൻഡ് ഡിസെൻഡിങ് അയോർട്ട ഓഫ് ദി ഫീറ്റസ്. ഓക്കെ, ഈ ഒരു ഡക്ടസ് ആർട്ടീരിയോസിസ് യൂഷ്വലി 1 വീക്കിൽ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് നമ്മൾ പറയുന്നത്, PDA. ഓക്കെ, പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ഇതൊരു എസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ഒരു എസൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. ഓക്കെ, കണക്ഷൻ ബിറ്റ്വീൻ പൾമണറി ആൻഡ് ഡിസെൻഡിങ് അയോർട്ട ഓഫ് ദി ഫീറ്റൽ ഹാർട്ട് സർക്കുലേഷൻ. നെക്സ്റ്റ് വൺ, ഫസ്റ്റ് ലിയോപോൾഡ് മാനർ ഇൻ ഫണ്ടൽ അസസ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് ലിയോപോൾഡ് മാനർ ഞാൻ കാണിച്ചു തരാം. 4 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് അസസ്മെന്റ് ഫണ്ടൽ ഗ്രിപ്പ് ആണ്. ഓക്കെ, ഇമേജ് കാണിച്ചു തരാം, നമുക്ക് മനസ്സിലാവും. ഫണ്ടൽ ഗ്രിപ്പ്. Next one, placenta previa. Placenta previa is suspected if there is. What is placenta previa? 2 types of ഉണ്ട്. Placenta previa ഉണ്ട്, abruptio placenta ഉണ്ട്. Placenta previa എന്ന് പറഞ്ഞാൽ placenta usually upper part of the uterusലാണ് കണക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഇത് പ്ലാസൻറ്റ ലോവർ പാർട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പ്ലാസൻറ്റ പ്രീവിയ എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാസൻറ്റ പ്രീവിയ ഉണ്ടെന്നുള്ളത് നമ്മൾ സസ്പെക്ട് ചെയ്യണം. എന്താണ് സിംറ്റം? ബ്രൈറ്റ് റെഡ് വജൈനൽ ബ്ലീഡിംഗ് വിത്തൗട്ട് അബ്ഡോമിനൽ പെയിൻ. ഓർത്ത് വയ്ക്കണം, വിത്തൗട്ട് അബ്ഡോമിനൽ പെയിനുള്ള ബ്രൈറ്റ് റെഡ് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ അത് പ്ലാസൻറ്റ പ്രീവിയ ഉള്ള സിംറ്റമാണ് കാണിക്കുന്നത്. ഓക്കെ, പ്ലാസൻറ്റ പ്രീവിയാണ് കാണിക്കുന്നത് സിംറ്റം. ഓക്കെ, അബ്രഷ്യോ പ്ലാസൻറ്റ എന്ന് പറഞ്ഞാൽ ഏർലി ഡിറ്റാച്ച്മെന്റ് ഓഫ് പ്ലാസൻറ്റയാണ്. അബ്രഷ്യോ പ്ലാസൻറ്റ എന്ന് പറയുന്നത്. നമുക്ക് ലിയോപോൾഡ് മാനർ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇത് ഫണ്ടൽ ഗ്രിപ്പ് അസസ്മെന്റ്. ഓക്കെ, ഫണ്ടൽ ഗ്രിപ്പ് അസസ്മെന്റ് ബേബിയുടെ ദി സുപ്പീരിയർ സർഫസ് ഓഫ് ദി ഫണ്ടസ് ഈസ് പാൽപേറ്റഡ് ടു ഡിറ്റർമിൻ ദി കൺസിസ്റ്റൻസി, ഷേപ്പ് ആൻഡ് മൊബിലിറ്റി. ഓക്കെ, കൺസിസ്റ്റൻസി, ഷേപ്പ് ആൻഡ് മൊബിലിറ്റി, അതായത് ഹെഡാണോ വട്ടക്സ് ആണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഫസ്റ്റ് മെത്തേഡ്. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ്, ബോത്ത് സൈഡ് ഓഫ് ദി യൂട്രസ് ആർ പാൽപേറ്റഡ് ടു ഡിറ്റർമിൻ ദി ഡയറക്ഷൻ ഓഫ് ദി ഫീറ്റൽ ബാക്ക് ഈസ് ഫേസിംഗ്. ഫീറ്റലിന്റെ സ്പൈൻ ഏത് റൈറ്റ് സൈഡ് ഓഫ് ദി മദറിലേക്കാണോ ലെഫ്റ്റ് സൈഡ് ഓഫ് ദി മദറിലേക്കാണോ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ഡിറ്റർമിൻ ദി പാർട്ട് ഓഫ് ദി യൂട്രസ് അറ്റ് ദി ഇൻലെറ്റ് ആൻഡ് ഇറ്റ്സ് മൊബിലിറ്റി. ഓക്കെ, ഹെഡ് ആണോ വന്നിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടുള്ള ചെക്കിംഗ് ആണ് തേർഡ്. ഫോർത്ത് വൺ, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് പോളിക് ഗ്രിപ്പ്. ഓക്കെ, തേർഡ് വൺ ഈസ് ഓൾസോ നോൺ ആസ് പോളിക് ഗ്രിപ്പ്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇതിനെയാണ് പോളിക് ഗ്രിപ്പ് എന്ന് പറയുന്നത്. PAWLICK, പോളിക് ഗ്രിപ്പ്. ഓക്കെ, പോളിക് ഗ്രിപ്പ് എന്നറിയപ്പെടുന്നത് തേർഡ് അസസ്മെന്റിനെയാണ്. നെക്സ്റ്റ് ഫോർത്ത് അസസ്മെന്റ്, ഡിറ്റർമിൻ ദി ഫീറ്റൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഡിഗ്രി ഓഫ് ഫീറ്റൽ എക്സ്റ്റൻഷൻ ഇൻ ടു ദി പെൽവിസ്. ഫീറ്റൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്? ഓക്കെ, ആറ്റിറ്റ്യൂഡ് എന്താണ്? ഫ്ലക്ഷൻ. ഓക്കെ, ഫ്ലക്ഷൻ ആണോ എക്സ്റ്റൻഷൻ ആണോ എന്നുള്ളത് നമുക്കറിയാം. ഫീറ്റൽ ലൈ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ. ബേബി ഈ ഒരു പൊസിഷനിലാണോ ഇങ്ങനെ ഒരു പൊസിഷനിലാണോ കിടക്കുന്നത്, അത് ഇങ്ങനെ ഒരു പൊസിഷനിലാണോ കിടക്കുന്നതാണ് ഫീറ്റൽ ലൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രസന്റേഷൻ ആകുമ്പോൾ വെർട്ടക്സ് ആണോ ഇതുണ്ടോ, വെർട്ടക്സ് ആണോ അല്ലെങ്കിൽ സെഫാലിക്, ഇതാണ് നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഒരു ആന്റീരിയർ പോസ്റ്റീരിയർ ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. അതായത് ബേബി ഈ ഒരു പൊസിഷനാണ് കിടക്കുന്നതിന് ബേബിയുടെ മദറിന്റെ റൈറ്റ് ആന്റീരിയർ ഓക്സിപ്പറ്റോ ആന്റീരിയർ. ഓക്കെ, അങ്ങനെ ഒരു പൊസിഷൻ. തിരിച്ച് ഈ സൈഡിലേക്കാണെങ്കിൽ ബേബി ഈ സൈഡിലേക്കാണ് തിരിഞ്ഞെടുക്കുന്നത്, ലെഫ്റ്റ് ഓക്സിപ്പറ്റോ ആന്റീരിയർ ആണ്. ഓക്കെ,
ഞാൻ കുറച്ചൊരു അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് 4 പൊസിഷൻ, 4 ലിയോപോൾഡ് മാനുവർ എന്ന് പറയുന്നത്. ഇതിന് ഫോർത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മാനുവർ നമ്മൾ മദറിനെ ഫേസ് ചെയ്തായിരിക്കും, മദറിൻ്റെ ഫേസിലേക്ക് ഫേസ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ഫോർത്ത് വണ്ണിൽ മദറിൻ്റെ ലെഗ്സിലേക്ക്, ലോവർ ലിംബിൾസിലേക്ക് ഫേസ് ചെയ്തായിരിക്കും നേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഏത് പൊസിഷനിലാണ്, ഏത് ലിയോപോൾഡ് മാനുവറിലാണ് മദറിൻ്റെ ലോവർ ലെഗിലേക്ക് നേഴ്സ് ഫേസ് ചെയ്തതെന്ന് ചെക്ക് ചെയ്യുന്നത്. ഫോർത്ത് മാനുവറിലാണ്, ഫോർത്ത് ലിയോപോൾഡ് മാനുവറിലാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അസസ്മെൻറ്റിൽ. ഇതാണ് പ്ലാസൻ്റ പ്രീവിയ. കണ്ടോ, ഈ ഒരു പൊസിഷനിൽ ഇരിക്കേണ്ട പ്ലാസൻ്റ ഈ ഒരു പൊസിഷനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ് പ്ലാസൻ്റ പ്രീവിയ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്